ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ പ്രീമിയർ ലീഗ് ഈസ് ബാക്ക്. നാളെ തൊട്ട് പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ ഒരു കുറേ ടഫ് ഫിക്സ്ചേഴ്സാണ് ആർസണലിലുള്ളത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, മാൻ സിറ്റി, ന്യൂ കാസിൽ. ഒരു സീസൺ ഡിസൈഡർ എന്ന് തന്നെ പറയാവുന്ന ഗെയിംസൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ഭാഗ്യവശാൽ നമ്മുടെ ആർസണൽ പ്ലെയേഴ്സ് മിടുക്കന്മാരായിട്ട് ഇൻ്റർനാഷണൽ ഗെയിംസിലെല്ലാം പെർഫോം ചെയ്തു. എസ്പെഷ്യലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മെറീനോയുടെ ഹാട്രിക്ക്, പിന്നെ മൊത്തത്തിൽ 4 ഗോൾ മെറീനോയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ. പക്ഷേ എനിക്ക് മെറീനോയെക്കാട്ടിലും പെർഫോമൻസിൽ ഇഷ്ടപ്പെട്ടത് ഡെക്ലാൻ റൈസിനെ തന്നെയാണ്. വാട്ട് എ പ്ലെയർ! പുള്ളിയുടെ ഓരോ ക്രോസും പുള്ളിയുടെ ഓരോ കോർണർ കിക്കും പിൻ പോയിൻ്റാണ്. 2 ഗോൾ കോൺട്രിബ്യൂഷൻ, ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ, അതുപോലെ തന്നെ 2 അസിസ്റ്റ്. അത് ഒരെണ്ണം കോർണർ, മറ്റൊരെണ്ണം ഫ്രീ കിക്കിൽ നിന്ന്. ആൻഡ് ഹാർഡ് വർക്കർ. പുള്ളി കവർ ചെയ്യാത്ത ഒരു 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 എന്താ പറയുന്ന ഒരു ഗ്രാസ് ഏരിയ ഇല്ല ആ ഒരിടത്തും. അത്രയ്ക്കൊരു വർക്ക് ഹോഴ്സ്. വി ആർ സോ ലക്കി ടു ഹാവ് സച്ച് എ പ്ലെയർ. അത്രയും ആ പ്രൈസ് ടാഗിന് നമ്മൾ എത്ര വർഷം മുമ്പ് മേടിച്ച ആ പ്രൈസ് ടാഗിന് ഇന്നും ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പ്ലെയറായിട്ടാണ് എനിക്ക് ഡെക്ലാൻ റൈസിനെ ഫീൽ ചെയ്തത്. ഐ എം റിയലി ഹാപ്പി വിത്ത് ഡെക്ലാൻ റൈസസ് പെർഫോമൻസ്. എനിക്ക് സത്യം പറഞ്ഞാൽ മെറീനോയുടെ പെർഫോമൻസിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡെക്ലാൻ റൈസിൻ്റെ പെർഫോമൻസ് ആണ്. കാരണം അതിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ഇംഗ്ലണ്ടിൻ്റെ ടീം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ തൊട്ട് അത്ര നന്നായിട്ടൊന്നുമല്ല പെർഫോം ചെയ്യുന്നത്. സ്പെയിനിന് ഇപ്പം മെറീനോ ഇല്ലെങ്കിലും അവർ ഈ പറയുന്ന എല്ലാ ഗെയിംസും ജയിച്ചേരാം. ബട്ട് ഇംഗ്ലണ്ടിനെ പോലുള്ള ഒരു ടീമിന് ഡെക്ലാൻ റൈസിൻ്റെ ആ ഒരു പെർഫോമൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ യെസ്, അതുകൊണ്ടൊക്കെ ആണ് ഞാൻ ഡെക്ലാൻ റൈസിൻ്റെ പെർഫോമൻസ് മെറീനോയെക്കാട്ടിലും കൂടുതൽ റേറ്റ് ചെയ്യുന്നു. മെറീനോയുടെ പെർഫോമൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇറ്റ്സ് ഫണി എന്ന് തന്നെ പറയണം മെറീനോയുടെ പെർഫോമൻസ്. കാരണം അവർ കളിക്കുന്നതും 4-3-3, നമ്മൾ കളിക്കുന്നതും 4-3-3. ആ ഒരു ഫിലോസഫിക്കൽ ഡിഫറൻസ്, ഹൗ മച്ച് ഇറ്റ് മാറ്റേഴ്സ് എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു ഗെയിമായിരുന്നു സ്പെയിനിൻ്റേതും. അതുപോലെ തന്നെ കമ്പയർ ചെയ്യുവാണെങ്കിൽ സ്പെയിൻ വേഴ്സസ് ആർസണൽ എന്ന് പറയുന്ന ആ ഒരു ഫിലോസഫിക്കൽ ഡിഫറൻസ് അല്ലേ. അറ്റാക്കിംഗ് ഫിലോസഫി, മറ്റേ ഡിഫെൻസീവ് ഫിലോസഫി. ടിക്കി ടാക്ക, ഇവിടെ സൈഡ് വേസ്. സോ ദർ ഇസ് ദ ഡിഫറൻസ്. ആ സെക്കൻഡ് ഗെയിമിൽ തുർക്കിയുമായിട്ടുള്ള ഫസ്റ്റ് ഗോള്, മെറീനോയുടെ ഫസ്റ്റ് ഗോള് പെഡ്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പെഡ്രി, കുക്കറയ, പിന്നെയും പെഡ്രി, പിന്നെയും മെറീനോയിലേക്ക് വന്നിട്ടൊരു ഗോള്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്രോഗ്രസീവ് പോസിറ്റീവ് ഗെയിം. കാണാൻ എന്ത് ഭംഗിയാണ് അവരുടെ ഗെയിം. പണ്ടത്തെ ആർസൻ വെങ്കർ ബോൾ പോലത്തെ ഗെയിം. സോ ഡെഫിനറ്റ്ലി ഈ ഒരു വേൾഡ് കപ്പിലേക്ക് കടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് സ്പെയിൻ ഈസ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ടീം എന്ന് തന്നെ നമുക്ക് പറയണം. പിന്നെ മറ്റൊരു പ്ലെയറിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നോനി മഡുവയ്ക്കും വളരെ സർപ്രൈസിങ് പാക്കേജ് എന്ന് തന്നെ പറയണം. വളരെ നന്നായിട്ടാണ് കളിച്ചത്. ഒരു ഗോൾ, അതുപോലെ തന്നെ അവരുടെ ഫസ്റ്റ് ഗെയിമിൻ്റെ ഫസ്റ്റ് ഗോള് ഓൺ ഗോൾ ആണെങ്കിലും അത് ചാൻസ് ക്രിയേറ്റ് ചെയ്തത് നോനി മഡുവയ്ക്കാണ്. പിന്നെ മറ്റൊരു പ്ലെയറിനെ പറയുകയാണെങ്കിൽ മാർട്ടിൻ സുബമെൻഡിയും വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിരുന്നു. ഐ തിങ്ക് ഹി ഹാഡ് 1 അസിസ്റ്റ്. പിന്നെ മാർട്ടിൻ ഓഡഗാർഡ് മുടിയൊക്കെ വെട്ടി കഴിഞ്ഞപ്പം പുതിയ ഫോമിലേക്ക് ഇറങ്ങിയാന്ന് തോന്നുന്നു. 2 അസിസ്റ്റ്, 1 ഗോള്. സോ ബ്രില്യൻ പെർഫോമൻസ് ഫ്രം ഹിം ഓൾസോ. അതും ഹാളൻഡിന് കൊടുത്ത ആ പാസ്, ഇറ്റ്സ് we need to see more of that. അങ്ങനത്തെ പാസ്സൊക്കെ ഗ്യോക്കറൈസിന് കൊടുക്കണം മാഷേ. Come on, we need to see more of that. So see, overall ഇപ്പം ഗ്യോക്കറൈസിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ തന്നെ ഓവറോൾ ഞാൻ ഹാപ്പിയാണ് മൊത്തത്തിൽ. ഇറ്റ് ഹാസ് ബീൻ എ ഗുഡ് പെർഫോമൻസ്. പിന്നെ എസെ കളിച്ചു, എല്ലാവരും, കാലഫ്യൂറി കളിച്ചു, ടിംബറിന് ഒരു ഗെയിമേ കളിക്കാൻ പറ്റുള്ളൂ. സോ എവ്രി വൺ ഫീച്ചേർഡ്. ഗാബ്രിയൽ ഒരു കളി കളിച്ചു, സ്റ്റാർട്ട് ചെയ്തു. ട്രൊസാർഡ് സെക്കൻഡ് ഹാഫിൽ വന്നു. സോ ഇങ്ങനെ എല്ലാവരും ഫീച്ചർ ചെയ്തിട്ടുണ്ട്. എവ്രി വൺ ഈസ് ഇൻ എ ഗുഡ് ഫോം. എസ്പെഷ്യലി നമ്മുടെ സ്റ്റാർട്ടിങ് ലെവലിലുള്ള ഡെക്ലാൻ റൈസ്, സുബമെൻഡി, മാർട്ടിൻ ഓഡഗാർഡ്, ഗ്യോക്കറൈസ് അങ്ങോട്ട് കംപ്ലീറ്റ് ഫോം ആയിട്ടില്ലെങ്കിൽ പോലും വി ക്യാൻ സീ പുള്ളി വാട്ട് ഹി ക്യാൻ ബ്രിങ് ടു അവർ ടീം എന്നുള്ളൊരു സാധനം നമുക്ക് ഈസിലി കാണാൻ പറ്റുമായിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ഗെയിമിൽ ഒരു സെക്കൻഡ് ഗോളിൻ്റെ അസിസ്റ്റ്, ആ ഒരു ഹെൽഡപ്പ്
ഗെയിമും പാസിംഗ് ടു ഹിസ് ടീംമേറ്റ്. അതൊരു ബ്രില്യൻറ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു ഫ്രം ഗ്യോക്രൈസ്. അവർ ഫസ്റ്റ് ഗെയിം, സെക്കൻഡ് ഗെയിമിൽ അവർ കൊസോവോയായിട്ട് അവർ തോക്കുമായിരുന്നു. ഇറ്റ് വാസ് എ ഷോക്ക് ഡിഫീറ്റ്. നൗ കമ്മിങ് ടു നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ഈ ഒരു ഗെയിമിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നൂനോനെ സാക്ക് ചെയ്തിട്ട് ആഞ്ച് പോസ്റ്റക്കോഗ്ലുവിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. സോ ഇത് അവിടെ ഒരു ന്യൂ മാനേജർ ബൗൺസ് വരുമോ എന്നാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഡെഫിനറ്റ്ലി ഈ ഒരു ന്യൂ മാനേജർ ബൗൺസ് എന്ന് പറയുന്ന സാധനം ഒരു മിത്തല്ല, ഇറ്റ്സ് എ ഫാക്ട്. ഇറ്റ്സ് എ ഫാക്ട്. അതുകൊണ്ട് അത് ഞാൻ നോക്കിക്കാണുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷേ നമുക്ക് ആഞ്ച് പോസ്റ്റക്കോഗ്ലുവിൻ്റെ ആ ഒരു ഹൈലൈൻ പെർഫോമൻസ് നാളെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ യൂറോപ്പ കപ്പിൽ ഫൈനലിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ കളിച്ചോ അതുപോലെ തന്നെയായിരിക്കും കളിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഫീല്. കാരണം ഫസ്റ്റ് ഗെയിം അല്ലേ, ഫസ്റ്റ് ഗെയിമിൽ തന്നെ കുറച്ചുകൂടെ ഒക്കെ പ്രാഗ്മാറ്റിക് ആയിട്ട് കളിക്കാം എന്നായിരിക്കും ആഞ്ച് പോസ്റ്റക്കോഗ്ലുവിൻ്റെ ചിന്ത എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ആൻ ഇൻട്രസ്റ്റിംഗ് ഗെയിം. പക്ഷേ ഞാൻ ഓഫ് കോഴ്സ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഗെയിം. സോ ഞാൻ ആർസണലിന് വിന്നാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി എ ടൈറ്റ് ഗെയിം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. I'm predicting 2-0. I think we will keep a clean sheet. നമ്മുടെ ഡിഫൻസ് ഗുഡാണ്. ശരിയാണ്, സലീബ ഇഞ്ചേർഡ് ആണ്. എന്നാൽ പോലും ക്രിസ്ത്യൻ മൊസ്കേരയ്ക്കും അതുപോലെ തന്നെ കാലഫിയോറി സെൻറ്റർ ബാക്ക് ആണ് കളിച്ച ഇറ്റലിക്കെതിരെ. സോ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ഹു ക്യാൻ കവർ ദാറ്റ് ഏരിയ. സോ ഐ എം എക്സ്പെക്ടിങ് ആൻ ആർസണൽ വിൻ. ഞാൻ എന്തായാലും മാച്ച് ലൈവ് പോകുന്നുണ്ട്. സോ ഐ ഹോപ്പ് ടു സീ യു ഗൈസ് ഓൾ ഇൻ ലൈവ്. പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. Please subscribe. Thank you so much for watching. Take care.